എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള PSC നടത്തുന്ന ASM പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ ഇന്നോട് പരിചയപ്പെടുത്താൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട 5ാമത്തെ ക്ലാസ്സാണ്. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ വസ്തുക്കളുടെ നിയമപരമായ രേഖകൾ ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതി എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. സ്വമിത്വ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. സ്വമിത്വ എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം, സൈബർ ക്രൈം അന്വേഷണത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അമേരിക്കയാണ്. സൈബർ ക്രൈം അന്വേഷണത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അടുത്ത ചോദ്യം, 2025 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരത്തിന് അർഹനായതാരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, ജിതിൻ വിജയൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നമ്മുടെ 2025 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ജിതിൻ വിജയനാണ്. അടുത്ത ചോദ്യം, പ്രഥമ ഗോഗോ ലോകകപ്പിൽ പുരുഷ വനിതാ കിരീടം നേടിയത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, ആദ്യത്തെ ഗോഗോ ലോകകപ്പ് നടന്നത് ഇന്ത്യയിലാണെന്ന്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു മാസത്തിൽ, അതായത് ജനുവരി മാസം 2025 പ്രഥമ ഗോഗോ വേൾഡ് കപ്പ് നടന്നത്. അത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ അതിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കപ്പ് ഉയർത്തിയ ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടതും ഇന്ത്യ തന്നെയാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, CRPF പുതിയ ചീഫ് നിയമിതനായിരിക്കുകയാണ് 2025 ജനുവരി മാസത്തിലെ. അപ്പോൾ CRPF ചീഫായിട്ട് 2025 ജനുവരിയിൽ നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്തത്, വത്തിക്കാന്റെ പൊന്തിഫിക്കൽ മാധ്യമ കാര്യാലയം ഒരുക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിൽ പാനലിസ്റ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, സിസ്റ്റർ ലിസി പാറയിലാണ്. സിസ്റ്റർ ലിസി പാറയിൽ. അപ്പോൾ വത്തിക്കാന്റെ പൊന്തിഫിക്കൽ മാധ്യമ കാര്യാലയം ഒരുക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിൽ പാനലിസ്റ്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? സിസ്റ്റർ ലിസി പാറയിലാണ്. ഇവിടെ ഓർത്തിരിക്കുക, സിസ്റ്റർ ലിസി പാറയിൽ ഇന്ത്യാസ് ക്യാമറ നൺ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് സിസ്റ്റർ ലിസി പാറയിലാണ്. ഇന്ത്യാസ് ക്യാമറ നൺ എന്നറിയപ്പെടുന്നത് സിസ്റ്റർ ലിസി പാറയിലാണ്. നമ്മളോട് പറഞ്ഞത് വത്തിക്കാന്റെ പൊന്തിഫിക്കൽ മാധ്യമ കാര്യാലയം ഒരുക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിൽ പാനലിസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വനിതയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സിസ്റ്റർ ലിസി പാറയിലാണ്. അവരെയാണ് ഇന്ത്യാസ് ക്യാമറ നൺ എന്ന് അറിയപ്പെടുന്നത്. എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇവിടെ ഉത്തരം SK വസന്തനാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 2025 ജനുവരിയിൽ വിടവാങ്ങിയ മലയാള സാഹിത്യത്തെ കന്നഡയിൽ അടയാളപ്പെടുത്തിയ കന്നഡ വിവർത്തകൻ ആരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് KK ഗംഗാധരനാണ്. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ KK ഗംഗാധരൻ 2020 ജനുവരിയിൽ അദ്ദേഹം അന്തരിച്ചു. മലയാള സാഹിത്യത്തെ കന്നഡയിൽ അടയാളപ്പെടുത്തിയ കന്നഡ വിവർത്തകനാണ് KK ഗംഗാധരൻ. മാർച്ചിന് ശേഷം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന, അതായത് GSLV റോക്കറ്റിൽ ഇന്ത്യയും നാസയും സംയുക്ത ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇന്ത്യയും നാസയും തമ്മിലുള്ള സംയുക്ത ഉപഗ്രഹം ഏതാണ്? അത് GSLV റോക്കറ്റിലാണ് അത് വിക്ഷേപിക്കുന്നത്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നൈസർ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇന്ത്യയും നാസയും തമ്മിലുള്ള സംയുക്ത ഉപഗ്രഹമാണ് എന്ന് പറയുന്നത് നൈസർ എന്ന് പറയുന്നത്. ഈ അടുത്തത്, കുടുംബശ്രീ ഫാം ലിവ്ലിഹുഡ് പദ്ധതിയുടെ ഭാഗമായി വേനൽ മധുരം പദ്ധതിക്ക് തുടക്കമിട്ട ജില്ല ഏതാണ്? ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യ പറക്കുന്ന ടാക്സി പ്രോട്ടോടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ഉത്തരം, ശൂന്യ എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ടാക്സി പ്രോട്ടോടൈപ്പ് ഏതെന്ന് ചോദിച്ചാൽ ശൂന്യാണ്. പ്രതിരോധത്തിലും നിയമനിർവഹണത്തിലും യുവാക്കളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പാർത്തി യോജന പദ്ധതി ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് മധ്യപ്രദേശാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. പ്രതിരോധത്തിലും നിയമ നിർവഹണത്തിലും യുവാക്കളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പാർട്ടി യോജന പദ്ധതി ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനം ഏതാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ 4 ഓപ്ഷനിൽ കവചം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോകബാങ്ക് എന്നിവയുടെ സഹായത്തോടെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കവചം നിർമ്മിക്കുന്നത്, ഈ ഒരു സംവിധാനം നിർമ്മിക്കുന്നത്. കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം
എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. കവചം എന്നതിന്റെ കേരള വാണിംഗ് ക്രൈസിസ് അസാഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. അപ്പൊ ഇത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോകബാങ്ക് എന്നിവയുടെ സഹായത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കവചം സംവിധാനം തയ്യാറാക്കിയത്. അപ്പോൾ നമ്മുടെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം: കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേര് കവചം എന്നാണ്. അടുത്ത ചോദ്യം: ആക്രമണം ഇല്ലാതാക്കുന്നതിനും സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് കരാറിൽ ഒപ്പുവെച്ച അരുണാചൽ പ്രദേശിലെ ഗോത്രങ്ങൾ ഏവ എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മൾ ആദിയും അപദാനിയുമാണ്. അപ്പൊ ഈ ആദി അപദാനി ഗോത്രങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശിലാണ്. അപ്പൊ ആക്രമണം ഇല്ലാതാക്കുന്നതിനും സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് കരാറിൽ ഒപ്പുവെച്ച അരുണാചൽ പ്രദേശിലെ ഗോത്രങ്ങളാണ് ആദി അപദാനി. കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള പരിപാടിയുടെ പേരെന്താന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട സുഗതോത്സവം എന്നാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥാസംഹാരത്തിന്റെ രചയിതാവ് ആരെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ സാറാ ജോസഫാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇതാണ്. ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥാസംഹാരത്തിന്റെ രചയിതാവ് സാറാ ജോസഫാണ്. വേൾഡ് എക്കണോമിക് ഫോറം വാർഷിക യോഗം നടക്കുന്നത് എവിടെയാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വെച്ചിട്ടാണ് വേൾഡ് എക്കണോമിക് ഫോറം വാർഷിക യോഗം നടക്കുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വെച്ചിട്ടാണ്. കേരളത്തിൽ ബോക്സൈറ്റ് ഖനനത്തിനായിട്ട് ലേലത്തിൽ വെക്കാൻ പോകുന്ന പ്രദേശങ്ങൾ ഏവ എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ ആണ് നരളയും ഉക്കിനടക്കയുമാണ്. ഇത് കാസർഗോഡ് ജില്ലയിലാണ്. നരള, ഉക്കിനടക്ക, കാസർഗോഡ്. ഇതാണ് കേരളത്തിൽ ബോക്സൈറ്റ് ഖനനത്തിൽ. നമുക്കറിയാം അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്. അപ്പൊ കേരളത്തിൽ ബോക്സൈറ്റ് ഖനനത്തിനായിട്ട് ലേലത്തിൽ വെക്കാൻ പോകുന്ന പ്രദേശങ്ങൾ ഏവ എന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലെ നരള, കാസർഗോഡ് ജില്ലയിലെ ഉക്കിനടക്ക എന്നീ പ്രദേശങ്ങളാണ്. നാരായണഗുരു ഡിജിറ്റൽ റിസോഴ്സ് പ്ലാറ്റ്ഫോം എന്ന ഡിജിറ്റൽ ആർക്കൈവ് പ്രൊജക്ടിന് നേതൃത്വം നൽകിയത് ആരെല്ലാമെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ IIT മുംബൈ, SLMS മുംബൈ ഇവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. നാരായണഗുരു ഡിജിറ്റൽ റിസോഴ്സ് പ്ലാറ്റ്ഫോം എന്ന ഡിജിറ്റൽ ആർക്കൈവ് പ്രൊജക്ടിന് നേതൃത്വം നൽകിയത് IIT മുംബൈയും SLMS മുംബൈയും ചേർന്നിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച സീറോ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ദ്വിദിന അന്തർദേശീയ കുട്ടികളുടെ ഉച്ചകോടി നടന്നത് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച സീറോ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ദ്വിദിന അന്തർദേശീയ കുട്ടികളുടെ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. എന്നാൽ 2024 ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാലോ അത് കർണാടകയിലാണ്. മരണം റിപ്പോർട്ട് ചെയ്ത് കേരളത്തിൽ, അതേസമയത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് കർണാടകയിലാണ്. 2025 ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് വേദിയായത് എവിടെയാണ് കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് വേദിയായത്? ചെങ്ങന്നൂരാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഡോക്ടർ MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദി പ്രമാണിച്ച് നടത്തുന്ന കർഷക കൂട്ടായ്മയുടെ പേരെന്താണ്? കർഷക കൂട്ടായ്മയുടെ പേര്. ഡോക്ടർ MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദി പ്രമാണിച്ച് നടത്തുന്ന കർഷക കൂട്ടായ്മയുടെ പേരാണ് നൂറുമേനി നന്ദി എന്നത്. നൂറുമേനി നന്ദി എന്നത്. ലോക സാമ്പത്തിക ഫോറം പ്രസിഡന്റ് ആൻഡ് CEO ആയിട്ട് നിയമിതനായത് ആരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബോർഗെ ബ്രണ്ടെ ആണ്. ഓപ്ഷൻ ബി ബോർഗെ ബ്രണ്ടെ എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത് കരിമ്പിൻ നീരിലെ മാലിന്യം കസ്തൂരി വെണ്ട ചെടിയുടെ നീര് കൊഴിച്ച് നീക്കാമെന്ന് കണ്ടെത്തിയത് എവിടെയാണ്? കരിമ്പിൻ നീരിലെ മാലിന്യം കസ്തൂരി വെണ്ട ചെടിയുടെ നീരൊഴിച്ച് നീക്കാമെന്ന് കണ്ടെത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം തിരുവല്ല കല്ലുങ്കൽ കാർഷിക ഗവേഷണ കേന്ദ്രമാണ്. പ്രഥമ ഗോഗോ ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ പുരുഷ ടീമിലെ ഏക മലയാളി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നിഖിൽ ബി ആണ്. അപ്പൊ പ്രഥമ ഗോഗോ ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ ടീമിലെ ഏക മലയാളിയാണ് നിഖിൽ ബി. അപ്പോൾ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യയാണ് പ്രഥമ ഗോഗോ ലോകകപ്പിൽ ചാമ്പ്യന്മാരായത്. നടന്നതും ഇന്ത്യയിൽ വെച്ചിട്ടാണ്. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? ചോദിക്കാവുന്ന ചോദ്യമാണ്. അമേരിക്കയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന തലസ്ഥാന നഗരം ഏതാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരവധി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ബി അബുദാബിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന തലസ്ഥാന നഗരമാണ് അബുദാബി.
ടിക്ടോക്കിന് ബദലായിട്ട് ഇൻസ്റ്റഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഇത് എഡിറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാജ്യാന്തര ഫോക്ലോർ ചലച്ചിത്ര മേളയിലെ മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് മോറിസ്ക ദ സ്റ്റോറി ഓഫ് ദ ബോട്ട്മാൻ എന്ന സിനിമയാണ്. അപ്പോൾ രാജ്യാന്തര ഫോക്ലോർ ചലച്ചിത്രമേള മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് മോറിസ്ക ദ സ്റ്റോറി ഓഫ് ദ ബോട്ട്മാൻ എന്ന സിനിമയാണ്. 2024 ഇന്ത്യൻ ഫോക്ലോർ മത്സര വിഭാഗത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, തീപ്പണക്കം. KM മധുസൂദനൻ സംവിധാനം ചെയ്ത തീപ്പണക്കം എന്ന സിനിമയാണ്. അപ്പോൾ ഇന്ത്യൻ ഫോക്ലോർ മത്സര വിഭാഗത്തിൽ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് 2024 തീപ്പണക്കം. KM മധുസൂദനാണ് സംവിധാനം ചെയ്തത്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ബെൽഗാം കോൺഗ്രസ് സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് മല്ലികാർജുന ഖാർഗെയാണ്. INCയുടെ പ്രസിഡന്റായ മല്ലികാർജുന ഖാർഗെയാണ്. 1924 ബെൽഗാം സമ്മേളനം. അപ്പോൾ അതിൽ ഗാന്ധിയാണ് അധ്യക്ഷത വഹിച്ചത്. ഗാന്ധി അധ്യക്ഷത വഹിച്ച ഏക INC സമ്മേളനമാണ്. അപ്പോൾ മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ബെൽഗാം കോൺഗ്രസ് സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു. ആരാണെന്ന് വെച്ചാൽ മല്ലികാർജുന ഖാർഗെയാണ്. സെന്റ് തെരേസാസ് കോളേജ് ഏർപ്പെടുത്തിയ ദൈവദാസി മദർ തെരേസ പുരസ്കാരത്തിന് അർഹനായത് ഫാദർ ഡേവിഡ് ചിറമേലാണ്. ഫാദർ ഡേവിഡ് ചിറമേലാണ് ഉത്തരമായിട്ട് വരേണ്ടത്. കഥകളി രംഗത്തെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് രാജഹംസം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അർഹനായത് കലാമണ്ഡലം ഗോപിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. യുനെസ്കോ മാനവികതയുടെ അദൃശ്യമായ സാംസ്കാരിക പൈതൃകമായിട്ട് അംഗീകരിച്ച കൊൽക്കത്തയിലെ ഉത്സവം ചോദിച്ചാലോ ദുർഗാപൂജയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ബിസിനസ് നിക്ഷേപത്തിന്റെ ആഗോള ഭൂപടത്തിൽ ഒഡീഷയെ പ്രദർശിപ്പിക്കുന്ന മേക്ക് ഇൻ ഒഡീഷ കോൺക്ലേവ് 2025 പ്രോഗ്രാം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം, ഉത്കർഷ് ഒഡീഷയാണ്. അപ്പോൾ ബിസിനസ് നിക്ഷേപത്തിന്റെ ആഗോള ഭൂപടത്തിലെ ഒഡീഷയെ പ്രദർശിപ്പിക്കുന്ന മേക്ക് ഇൻ ഒഡീഷ കോൺക്ലേവ് 2025 പ്രോഗ്രാമാണ് ഉത്കർഷ് ഒഡീഷ. ഒഡീഷ മുഖ്യമന്ത്രി ആരാണ്? ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, മോഹൻ ചരൺ മാഞ്ചിയാണ് ഒഡീഷയുടെ മുഖ്യമന്ത്രി. ഇന്ത്യയും ഫ്രാൻസും 2008 ഒപ്പിട്ടതും പ്രാവർത്തികമാക്കാത്തതുമായ ആണവ കരാർ ഏതാണ്? ഇന്ത്യയും ഫ്രാൻസും 2008 ഒപ്പിട്ടു, പക്ഷെ ഇതുവരെ അതെന്ത് ചെയ്തിട്ടില്ല, പൂർത്തീകരിച്ചിട്ടില്ല. അതാണ് ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന 990 മെഗാവാട്ട് ജയ്താപൂർ ആണവ ഊർജ്ജ പ്ലാന്റ്. ഇത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് 8ാമത്തെ പതിപ്പിന്റെ വേദി എവിടെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, കോഴിക്കോട് വെച്ചിട്ടാണ് നടന്നത്. 2025 ജനുവരി ശ്രീലങ്കയിൽ വെച്ച് നടന്ന ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റിൽ കിരീടം സ്വന്തമാക്കിയതാരാ? ഇന്ത്യയാണ്. ഇത് നടന്നെവിടെ വെച്ചിട്ടാണ്? ശ്രീലങ്കയിൽ വെച്ചിട്ടാണ്. അപ്പോൾ 2025 നടന്ന ചാമ്പ്യൻ ട്രോഫി ഭിന്നശേഷിക്കാരുടെ ക്രിക്കറ്റ് മത്സരം, അതിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. എവിടെ വെച്ച് നടന്നു എന്ന് വെച്ചാൽ ശ്രീലങ്കയിൽ വെച്ചിട്ടാണ് നടന്നത്. 2ാം ലോക മഹായുദ്ധ കാലത്തെ സാംസ്കാരിക പൈതൃകവും അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ആഘോഷിക്കുന്ന പാങ്സോവ് പാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ 2025 വേദിയാകുന്നത് എവിടെയാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ അരുണാചൽ പ്രദേശാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 2ാം ലോക മഹായുദ്ധ കാലത്തെ സാംസ്കാരിക പൈതൃകവും അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ആഘോഷിക്കുന്ന പാങ്സോവ് പാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ 2025 വേദിയാകുന്നത് അരുണാചൽ പ്രദേശാണ്. 2025 ജനുവരിയിൽ നടന്ന ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് നടന്ന രാജ്യം ചോദിച്ചാൽ ശ്രീലങ്കയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് തുടർന്നുള്ള ചോദ്യങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.